യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഇറങ്ങിയിട്ട് 1 വീക്കായി, ഒരു 10 ദിവസത്തിനടുത്തായി. ഒരുപാട് സന്തോഷത്തോടുകൂടിയും ഒരുപാട് നന്ദിയോടും കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നത്. നമ്മുടെ ഹീറോ രഞ്ജിത്ത് സജീവ്, പുള്ളിക്ക് എത്താൻ പറ്റിയിട്ടില്ല. പുള്ളി ഹാഫിന്റെ ഷൂട്ടിങ്ങിന് രാജസ്ഥാനിൽ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് വരാത്തത്. നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അന്വേഷണവും അല്ലെങ്കിൽ ഒരു നന്ദിയും ഒക്കെ പറയാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സിനിമ ഇറങ്ങി വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് അറിയാൻ പറ്റും, അത്യാവശ്യം തരക്കേടില്ലാത്ത ആൾക്കാരുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഫാമിലിയാണ് കൂടുതലൊരു സിനിമ ഏറ്റെടുത്തത്. ഒപ്പം ഒരു കുറച്ച് യുവാക്കളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തിയേറ്റർ വിസിറ്റ് പോയപ്പോൾ വളരെ അവർ നേരിട്ട് അവരുടെ ഒരു സന്തോഷവും അവരുടെ ഇഷ്ടം നമ്മുടെ അടുത്ത് പങ്കുവെച്ചാൽ കണ്ടാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലും കോൺഫിഡൻസിലുമാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ഇപ്പൊ അരുൺ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് ആ സിനിമ അറിയിക്കുന്ന രീതിയിലുള്ള നല്ല പ്രതികരണം, പ്രത്യേകിച്ച് ഒരുപാട് സിനിമ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ നല്ല അഭിപ്രായമാണ് ഇതിന് മൊത്തത്തിൽ നൽകിയത്. വലിയ വിമർശനങ്ങൾക്ക് വിധേയമായില്ല ഈ സിനിമ. അതൊരു വലിയ കാര്യമാണ്. കാരണം ഈ വിഷയം അതിനൊരിക്കലും അങ്ങനെ വിമർശിക്കാൻ തോന്നുന്ന ഒരു വിഷയമല്ല. കാരണം ഇതിൽ സത്യമുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇനിയും ഈ സിനിമ കുറെ കൂടെ നന്നായിട്ട് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറെ കൂടെ കൂടുതൽ ആളുകൾ കാണേണ്ട ആവശ്യമുണ്ട്. ഒരു പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അവർ മാക്സിമം സിനിമയെ അവർ ഈ സബ്ജക്റ്റ് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ ആ കാണിച്ച ധൈര്യം ഇപ്പോഴും അവർ നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അതൊരു പ്രചോദനമാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ കട്ടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കും പ്രൊമോഷനും ഇതുപോലെ തന്നെ കൂടെ നിൽക്കാനും എല്ലാത്തിനും തോന്നും. അതായത് ഇപ്പോഴും ആ ഒരു നല്ല സിനിമ എടുത്തതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം, ഇനി ഇത് ഒരുപാട് ആളുകൾ കാണണമെന്നുള്ളൊരു ആഗ്രഹം, അതൊക്കെയാണ് നിർമ്മാതാക്കൾക്കുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മീഡിയാസാണ്. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനെ നമ്മൾ കുറച്ച് കാണുകയല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഈ സിനിമയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നന്ദി. എൻ്റെ ആദ്യ സിനിമ തിയേറ്റേഴ്സിൽ ഇത്രയും നല്ല അഭിപ്രായത്തോടെ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഒരു സർറിയൽ മൊമെന്റ് ആണ്. ഞാൻ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമായ ഒരു ഫീലാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അത് ഏറ്റെടുത്ത് ഇത്രയും ഒരു ആ സിനിമ അർഹിക്കുന്ന പോലെ ഒരു വിജയം തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും ആൾക്കാരിലേക്ക് എത്താനുണ്ട്, അതെത്തിക്കാനുള്ള ശ്രമത്തിലുമാണ്. സോ നന്ദി, നമസ്കാരം, താങ്ക് യു. ജോണി ചേട്ടാ നമസ്കാരം. ജോണി ചേട്ടാ അന്ന് പറയായിരുന്നു ഈ സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയാണ്. കേരളത്തിലെ ഓരോ യുവാക്കൾക്ക് അല്ലെ ഓരോ കുടുംബങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് തന്നെയായിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെയാണ് തിയേറ്ററിൽ അതുപോലത്തെ നല്ല നല്ല റിസൾട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും കാണാനായിട്ട് പോലും ഫോണ് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പേരൻസിന്റെ ഒരു കാലത്താണ് ഇപ്പൊ ജീവിക്കുന്നത്. ഇത് സമൂഹത്തിനൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റാതെ പുറം രാജ്യത്ത് ജീവിക്കാൻ വരുന്ന ഒരു തലമുറയുടെ കഥ കൂടെയാണിത്. ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഇത് എനിക്ക് തന്നെ ഇത് പുറത്ത് കൊണ്ടുവരണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നോ? ഈ സബ്ജക്ട് കേട്ടപ്പോൾ ഈ ക്യാരക്ടറിലൂടെ എനിക്ക് തന്നെ ഈ മെസ്സേജ് കൊടുക്കണം എന്ന് തോന്നിയായിരുന്നോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തന്നെ? അല്ല, ഞാൻ അതിനകത്തൊരു ടൂളല്ലേ. നമ്മളിപ്പോ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിർമ്മാതാക്കളുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മാതാക്കളുണ്ട്, ഒരു സംവിധായകനുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്. അപ്പൊ ഇന്ന ഈ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യുന്നോണ്ട് നല്ല റോളല്ലേ. ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ ചെയ്ത റോളാണ്, ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണ്. എനിക്കൊന്ന് എത്രയും ഞാൻ എൻ്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് റോളാണ്. അപ്പൊ അത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ ഇതിനകത്ത് ഈ റോളല്ലേ വേറെ റോളാണെങ്കിലും ഞാൻ ചെയ്യും. ചേട്ടപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കൊണ്ടാണോ? ഇത് നമ്മൾ പണ്ട് മുതലേ ഞാൻ പറഞ്ഞില്ല, ഓരോ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ 1-2 ഗൾഫുകാരായിരുന്നു.
അല്ലെങ്കിൽ ഇടയ്ക്ക് എല്ലാ പഞ്ചായത്തിൽ 2 പേരൊക്കെ ആയിരിക്കും അമേരിക്കയിലുള്ളത്. ഇല്ല ചില വളരെ കുറച്ച് 1-2 പേര് ജർമ്മൻ നേഴ്സുമാരാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കൂടുതലായിട്ട് ഈ യൂറോപ്പിലേക്കൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹോദരിമാർ ഒരുപാട് പേര് നേഴ്സിംഗ് സർവീസ് നന്നായി ചെയ്ത് അങ്ങനെ പോയി. പിന്നെ കല്യാണം കഴിച്ചു വിടുന്ന ആണുങ്ങളും പോയി. അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു. അപ്പം ഒരുപാട് പിന്നീട് ഓരോ വർഷം കഴിയുന്തോറും ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി. അപ്പം കൂടുതലും ശമ്പളം, നല്ല സാലറി കിട്ടുന്നു, നല്ല ഒരു പ്രത്യേകതരം സ്ഥലങ്ങള്. അപ്പൊ അതിന്റെ ഒരു സുഖവും കൊതിയും നോക്കിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇതിനകത്ത് പോയതിൽ 80% സക്സസ് ആയിട്ടുമുണ്ട്. ഇതിനൊന്നും കുറച്ച് കാണുകയല്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നൊരു കാലം വന്നേക്കാം. അതിനു വേണ്ടിയൊക്കെ നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം, കൊതിക്കാം. തീർച്ചയായിട്ടും. അരുൺചേട്ടാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്ത് ചെയ്യണം തോന്നിയ ഒരു പ്രചോദനം എന്താണ്? കാരണം ഇതിനു മുമ്പ് ചെയ്തത് കൊമേഴ്ഷ്യൽ കോമഡി ആയിട്ടുള്ള ഇതായിരുന്നു. ഇങ്ങനെ സീരിയസ് ആയിട്ട് സബ്ജക്ട് എന്നിലൂടെ ഇത് പറയണം തോന്നിയ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? തീർച്ചയായിട്ടും നാടിനുള്ളൊരു സ്നേഹം ഭയങ്കരമാണ്. അപ്പൊ ഒരു ഗുണ്ടജയം പോലത്തെ ഒരു ഹ്യൂമർ സിനിമയായിട്ട് അടുത്തൊരു സബ്ജക്ട് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ പ്രൊജക്റ്റിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടില്ല, എൻ്റെ വീട്ടിൽ 6 പേര് UK-യിലാണ്. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമല്ല. ഞാൻ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങള് പക്ഷെ ഇപ്പൊ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യില്ല. പക്ഷെ അവരെങ്ങനെ പോവാൻ തീരുമാനിച്ചപ്പോൾ ഇവർക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാണ്. കാര്യം ഫാമിലി ആയിട്ട് അത്രയും ബോണ്ടാണ്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് എന്നാലോചിക്കണം, എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ജീവിച്ചാൽ പോലെ എന്ന് ചോദിക്കണം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, എൻ്റെ അച്ഛന് 70 വയസ്സായി, അല്ലെങ്കിൽ അമ്മയ്ക്കും ഏകദേശം അടുത്തത്ര വയസ്സായി, അത്യാവശ്യം അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ സന്തോഷവും ഇതൊക്കെ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ അപ്പുറത്തെ വീട്ടിലൊരാളെ വിളിച്ചിട്ട് അവിടുന്ന് കാനഡയിൽ നിന്നോ UK നിന്ന് വിളിച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോകുന്നു പറയുക എന്നുള്ളൊരു അവസ്ഥ പല ആൾക്കാരും പല വീട്ടിലും. ഞാൻ പണ്ട് വെഡിങ് വീഡിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഫ്യൂണറൽ എടുക്കാൻ പോവാം. അപ്പൊ ഞാൻ ഈ ഫ്യൂണറൽ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പോണത് കൂടുതലും അമേരിക്കയിലും കാനഡയിലേക്കുള്ള ആൾക്കാർക്ക് അവരുടെ അപ്പൻ്റെ അമ്മയുടെയും മരണം ശവാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആണ്. അതൊരു വല്ലാത്തൊരവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നേരിട്ടുള്ള പോലെ അത് കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. പക്ഷെ ഓക്കെ, ശരിയാണ്, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് രക്ഷപ്പെട്ടവരുണ്ട്, അതല്ലെങ്കിൽ അത് നമ്മുടെ നാടിന് ഗുണമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോ നമുക്ക് നമ്മുടെ നാട്ടിലെ ചില അവസരങ്ങൾ നോക്കാതെ, നമ്മളിപ്പോ ഈ പടത്തിൽ ഒരിക്കലും പുറത്തോട്ട് ആൾക്കാർ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. അത് ഞാൻ എടുത്തു പറയുകയാണ്. ഒരിക്കലും പറയാനുള്ള, നിങ്ങളാരും പുറത്തോട്ട് പോവല്ലേ എന്നല്ല പറഞ്ഞത്. നമ്മൾ പുറത്തോട്ട് പോകാനൊക്കെ ചിന്തിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യണം, അതിനുവേണ്ടി ട്രൈ ചെയ്യണം. ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മളെല്ലാം ഈസി ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടിനെ അതിജീവിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആൾക്കാരുടെ കൂടെ, അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കാൻ പറ്റിയാൽ അതൊരു വേറൊരു സുഖമാണ്. അതിപ്പോ അനുഭവിക്കണം, നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പലരും പുറത്തോട്ട് പോകാനൊക്കെ നിർബന്ധിച്ച ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. നമ്മൾ അങ്ങനെയാണ് സിനിമയിൽ പറയുന്നത്. അപ്പൊ അത് തന്നെയായിരുന്നു എൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹം. അത് തന്നെയായിരുന്നു. ഓക്കെ, ഇങ്ങനെ നിൽക്കാം, ഞാൻ എന്തായാലും പുറത്തോട്ട് പോകില്ല. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയിൽ കൂടി പറയാൻ ശ്രമിച്ചത്. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ടും കാണുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ പുറത്തോട്ട് പോവല്ലേ എന്നൊരിക്കലും നമ്മൾ പറയത്തില്ല. എല്ലാവരും ഇഷ്ടമാണ്, ചോയ്സാണ്. ഇപ്പൊ നിങ്ങൾക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പോവാം, ഇവിടെ നിൽക്കേണ്ടവർക്ക് നിൽക്കാം. പക്ഷെ എപ്പോഴും ഇന്ത്യ അല്ലെ കേരളം ഒക്കെ നമുക്ക് അഭിമാനമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നുകൂടാ? ഇപ്പൊ ജോണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്താലേ നടക്കുള്ളൂ. നമ്മുടെ ബ്രാൻഡ് അവർ യൂസ് ചെയ്യണം എന്നുള്ളൊരു, എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഒരിക്കലും നടക്കില്ലായിരിക്കാം, പക്ഷെ സ്വപ്നം കാണാമല്ലോ. അപ്പൊ ആ തോട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടായത്. തിയേറ്ററിസ്റ്റ് പോയി അതിലൊരു 500 പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 പേരുടെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇതിനേക്കാൾ ഇമോഷണൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് ഞങ്ങളുടെ വീഡിയോ കാണിക്കല്ലേ എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോകളുണ്ട്. ഇതിലും ഇപ്പൊ ഇന്നലെ ഞാൻ വനിതയിൽ പോയ സമയത്ത് ഒരു 90% ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ക്ലൈമാക്സ് കണ്ടാണല്ലോ. അപ്പൊ ആ ഷോട്ടായപ്പോ കൈ അടിച്ചപ്പോ ഞങ്ങള് സാരംഗി മൊബൈലിലൊക്കെ വീഡിയോ എടുക്കണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ആന്റി അവിടെ നിന്ന് നടന്നു വന്നിട്ട്, അപ്പൊ നമ്മൾ പുറത്തോട്ട് പോകാനാണ്. പക്ഷെ അവർ വന്നപ്പോൾ അവരിങ്ങനെ
തലകറങ്ങി വീഴാൻ പോണ അവസ്ഥയിലാണ് എന്നെ മ്യൂസിയം വന്ന് പിടിച്ചിട്ട് അവർ പൊട്ടിക്കറിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും പറയാത്തൊരു കമന്റ് അവർ പറഞ്ഞു. ബാക്കി എല്ലാവരും പറഞ്ഞ എന്റെ മോനെ പുറത്തോട്ടിട്ടു, വിഷമായി, ഇനി ഇവിടെ നിൽക്കണ്ട ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവരെന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്റെ മകന്റെ ഇഷ്ടം അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം ഞാൻ അവന്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ. അതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ. അല്ലാണ്ട് പുറത്തോട്ട് പോണതോ അകത്തോട്ട് പോകണോ അതൊന്നല്ല. എന്റെ മകന്റെ ആഗ്രഹം എനിക്ക് ഇതുവരെയും ചോദിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് എന്റെ മോശയുടെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ അമ്മ കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തലകറങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ വീഡിയോ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് നമുക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റും, ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പറയിപ്പിച്ച വീഡിയോസ് അല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാൻ വന്ന പിള്ളേരുടെ അടുത്ത് വെച്ചറിയാം, അവര് കണ്ടിട്ട് ഇമോഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഓഡിയൻസിലേക്ക് സിനിമ എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇത് കൂടുതൽ എത്താനുണ്ട്. കാര്യം അറിയാലോ, ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു ടൈം എടുക്കും. അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു ചോദിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വിജയം കണ്ട ഒരു സിനിമയാണ് കൽബ്. രഞ്ജിത്തിന്റെ അതേപോലെ തന്നെ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ അതിലും കുറച്ചും കൂടി മൂവ്മെന്റ് ഇപ്പം ഈ നമ്മുടെ UK വന്നിട്ടുണ്ട്. എങ്കിൽ പോലും തിയേറ്ററിൽ വലിയൊരു ഇടിച്ചു കയറ്റം വരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു OTT വരട്ടെ എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതിന്റെ കാരണം വെച്ചാൽ ഒരു ഇടിച്ച് തള്ളി കയറേണ്ട പോലത്തെ ഒരു സിനിമയല്ല നമ്മുടെ കയ്യിൽ. ഇപ്പൊ ഒരു മാസോ അല്ലെങ്കിൽ ഒരു അറിയാലോ, ഇപ്പൊ ഈ സിനിമ കണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് യൂത്ത് ഫാമിലി എന്റർടൈനർ നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു ഇടിച്ചു തള്ളിക്കേറി കാണുന്ന പടമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ May 23 റിലീസ് വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ ഇടയിൽ വന്ന് മഴ വന്ന് അതിന്റെ ഇടയിൽ നമ്മൾ തലേ ദിവസം ബുക്ക് മൈ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വേണ്ടാന്ന് തീരുമാനം എടുത്തത്. നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ഓഡിയൻസിലേക്ക് എത്താൻ, ഫാമിലി ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് അതുപോലത്തെ സ്ലോട്ട് വേണം. അതുപോലത്തെ സ്ലോട്ട് കിട്ടി. നല്ല നിങ്ങൾക്കറിയാം, നമുക്ക് ഇറങ്ങിയ അന്ന് മുതൽ നമ്മുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകന്റെ ഇപ്പൊ ഒരു 100 പേര് ഇരുന്നാൽ 80 പേർക്ക് സിനിമ ഇഷ്ടാവുള്ളൂ. അതാണ് നമുക്കറിയാം. ആ ബാക്കിയുള്ള 20 പേര് ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്. പക്ഷെ നമ്മൾ ആ 80 പേരാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് ഈ മഴ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ വരാനൊരു സമയം എടുക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ നമുക്ക് എനിക്കുള്ള ചൊവ്വ ബുധൻ വ്യാഴം നമ്മൾ കുറച്ചൊരു ഡൗൺ ആയി, ഞങ്ങൾ ചെറിയതായിട്ട് ടെൻഷൻ അടിച്ച് ഫ്രൈഡേ നമ്മുടെ പടം പിന്നെയും കയറി, ഇന്ന് ഇപ്പൊ സാറ്റർഡേ പിന്നെയും കയറി. അപ്പൊ അത് ആ ആൾക്കാർ എത്താനുള്ളൊരു സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും OTT സിനിമയാണ്, ഇതൊരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ മറ്റുള്ള രഞ്ജിത്തിന്റെ എല്ലാ സിനിമയിലും നമ്മളെ സംബന്ധിച്ച് അറിയാം, തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയ പടം നമ്മുടെയാണ്. അത് പിന്നെ മാർക്കറ്റ് ചെയ്യാനും അതിനൊക്കെ ചില സാഹചര്യം മോശമായിട്ട് നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ഇപ്പൊ രഞ്ജിത്ത് നാട്ടിലില്ല. അയാള് ഹാഫിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അയാൾ ഡേറ്റ്സുകൾ മാറ്റി വെച്ചാൽ നമ്മുടെ പടത്തിനുണ്ട്. പക്ഷെ ഒരു മാസം നമ്മുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ അയാൾക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ടെൻഷനിലാണ്. അവിടെ നമ്മുടെ യുദ്ധം നടന്ന സമയത്ത് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഇനി മാറ്റിവെക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുപോലെയുള്ള മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഇറങ്ങാനാവുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചില തിരക്കുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, തിയേറ്ററിസ്റ്റും കാര്യങ്ങളും. പക്ഷെ സ്റ്റിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ മൗത്ത് പബ്ലിസിറ്റിയിൽ കയറും. അതിന് തിയേറ്ററിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ നല്ല സപ്പോർട്ട് വേണം. അതൊക്കെ പ്രൊഡ്യൂസേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ. ഒരുപക്ഷെ ഇപ്പം മനോജ് കെജന്റെ ക്യാരക്ടർ, അതായത് മുഖ്യമന്ത്രിനെ കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ അത്രയേറെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് ഇവിടെ നിന്നല്ല എല്ലാ രാജ്യത്തും എല്ലാ ഭരണകൂടത്തിലും എല്ലാം കാണുന്നതാണ്. എങ്കിൽ പോലും ഈ മാറിയ കാലത്തിലും അതിനൊരു മാറ്റമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതിനെ ആ ഒരു ഒരു സബ്ജക്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം പോസിറ്റീവ് മാത്രമല്ലല്ലോ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ വരാറുള്ളത്, പല സ്ഥലത്തുനിന്ന് നെഗറ്റീവ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ? കാരണം ചില സ്ഥലത്തുനിന്ന് പ്രതികരണം അങ്ങനെ അതായത് മുഖ്യമന്ത്രിയെ കാണാൻ ഇത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവരുടെ അനുകൂലികൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അത്ര വലിയ പാടാണെന്ന് ചോദിച്ചാൽ, ചിലപ്പോ ഒന്നാമത് നമ്മളെല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഇരിക്കുന്നത് ആ പാർട്ടിയിലെ ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ നമ്മൾ ആ പാർട്ടിയായിട്ട് കുറച്ച് കൂടുതൽ നമ്മൾക്ക് ഹെൽപ്പാവും ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രിനെ കാണണം നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇതിലൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ, അതായത് ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്ത ഒരാള് ഒരു ദിവസം എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം, വെറുതെ വീട്ടിൽ നിന്നിട്ട് രാവിലെ കാണണം എന്നല്ലേ ഉദ്ദേശിച്ചത്, അയാൾക്ക് പറയാൻ എന്തോ ഉണ്ടെങ്കിൽ
അയാൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെയോ ഇവിടുത്തെ സിസ്റ്റത്തിനും കുഴപ്പമില്ല. കാര്യം 3.25 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഈ 3.25 കോടി ജനങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിനെ കാണുന്ന പറഞ്ഞാൽ അദ്ദേഹം വിട്ടുപോകും, നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു എന്റർടൈൻമെന്റ്, സിനിമയായിട്ട് കാണണം എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ നായകൻ അത്രയും എഫർട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാലേ ഉള്ളൂ ആ ഒരു സിനിമ ഇമോഷണലി കണക്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഭാഗം കൂടിയാണത്. അത് സിനിമയായിട്ട് കാണുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരന്റെ ബുദ്ധി ഒരു ഒന്നിലും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ അത്ര എളുപ്പമാണോ എന്ന് വെച്ചാൽ എനിക്കത് കറക്റ്റ് അറിയത്തില്ല. അതിന് ഓൺലൈൻ നമുക്ക് പരാതികൾ കൊടുക്കാം. ശരിക്കും അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാവരും മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി പരാതി പറയല് അത് വർക്കൗട്ട് അല്ല, അത് അവരുടെ തെറ്റല്ല. പക്ഷെ സിനിമയിൽ കാണിക്കുമ്പോൾ നമ്മളൊരു ഹീറോ സംസാരിക്കുമ്പോൾ ഒരു CM ആയിട്ടെങ്കിലും സംസാരിച്ചാലാണ് നമ്മുടെ ഇത്രയും വലിയ ഇഷ്യൂ നമ്മൾ സംസാരിക്കണം. അത് കേവലം താഴെയുള്ള ഒരാളടുത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക്കിനൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ബോധപൂർവ്വം ഞാനത് അങ്ങനെ ചെയ്തു. അതൊരിക്കലും നെഗറ്റീവായിട്ടൊന്നുമല്ല. കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഈ സിനിമ കണ്ടിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കമന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല.